സിഡ്നി ഷെൽഡൻ എന്ന നോവലിനെ കുറിച്ചാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. അദ്ദേഹത്തിന് സിഡ്നി ഷെൽഡനെ കുറിച്ച് അറിയുന്നവർക്ക് പലർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം, അദ്ദേഹം ഫീമെയിൽ ഹീറോയിൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള നോവലാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന്റെ സാൻസ് ഓഫ് ടൈം മനോഹരമായ ഒരു നോവലാണ്. അതായത് ഒരു ആശ്രമത്തിൽ, ക്രിസ്ത്യൻ ആശ്രമത്തിൽ കുടുങ്ങിക്കിടക്കുന്നതെന്ന് പറയാവുന്ന രീതിയിലുള്ള 4 കന്യാസ്ത്രീമാരുടെ കഥയാണ്. അവർ 4 പേരും രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അവർ രക്ഷപ്പെടുമ്പോൾ അവർ വിവിധ ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്. 60 വയസ്സുള്ള ഒരു ലേഡിയുണ്ട്, 25 വയസ്സുള്ള ഒരു ലേഡിയുണ്ട്, 30കളിലുള്ള 2 ലേഡീസ് ഉണ്ട്. ഇവർ യൂറോപ്പിലെ സ്പെയിനിലാണ് ഉള്ളത്. സ്പെയിനിൽ നിന്ന് യുദ്ധത്തിന്റെ സമയമാണ്. സ്പെയിനിൽ നിന്ന് രക്ഷപ്പെടുന്ന ആ കഥയാണ്. അതിലെ ഏറ്റവും പ്രായം കൂടിയ സിസ്റ്ററിന് വളരെ വ്യക്തമായ മറ്റൊരു കഥയാണ് പറയാനുള്ളത്. അവരുടെ ജീവിതത്തിൽ അവരുടെ എല്ലാവിധ അവസരങ്ങളും തട്ടിയെടുത്ത അവരുടെ സഹോദരിയെ കുറിച്ചാണ് അവരുടെ മനസ്സിൽ മൊത്തം വിരോധം. എങ്ങനെയാണ് ആ സ്ത്രീ അവരുടെ അവസരങ്ങളെല്ലാം തട്ടിയെടുത്തത്? കൊച്ചു ആയിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളുടെ സ്നേഹം കവരുന്നു, പിന്നീട് അവരുടെ കാമുകനെ തന്നെ തട്ടിയെടുത്തുകൊണ്ട് പോകുന്നു. ആ ഒരു കാരണമാണ് അവരെ കന്യാസ്ത്രീയാകാൻ പ്രേരിപ്പിച്ചത്. അവരുടെ മനോനിലയിൽ കാര്യമായ വ്യത്യാസമുണ്ട്. ഇത്രയും കാലത്തെ ആശ്രമ ജീവിതം, സഹോദരിയോടുള്ള അടങ്ങാത്ത പക, അവരെ ഏത് കാര്യങ്ങളിലും സഹോദരിയാണ് അവർക്കെതിരെ തിരിയുന്ന, സഹോദരി മറ്റുള്ളവരെ കൊണ്ട് ചെയ്യുന്നു എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നതാണ് ഈ ലേഡിയുടെ പ്രത്യേകത. ഇതില് ഏറ്റവും പ്രായം കുറഞ്ഞ സിസ്റ്ററിന് വേറെ ഒരു കഥയാണ്. അവർ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡിയാണ്. അവരുടെ അമ്മയാണ് അവരെ ഉപേക്ഷിച്ചത്. അതിന് പിന്നിലൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. 4 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന 4 പ്രായത്തിലുള്ള സന്യാസിനിമാരുടെ കഥയാണിത്. ഇതിലേറ്റവും മൂത്ത നണ്ണായ തെരേസയുടെ ലൈഫ് അവരുടെ സഹോദരിയുള്ള പകയാണ്. അതിൽ രണ്ടാമത്തെ സിസ്റ്ററിന്റെ കഥ അവരുടെ മാഫിയ ഡോണായ പിതാവിനെ വധിച്ച കൂട്ടാളിയെ തേടി അയാളെ കൊല്ലാനുള്ള യാത്രയാണ് അവരുടേത്. അങ്ങനെ വിവിധ സാഹചര്യങ്ങളും വിവിധ ഉദ്ദേശത്തോടും കൂടിയാണ് സിസ്റ്റേഴ്സ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്.